And finally, the wait is over. യെസ്, അങ്ങനെ നമ്മൾ ഗോവയ്ക്ക് പോവാണ്. ഒരു 2-2.5 ആഴ്ചയായിട്ടുള്ള പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും എല്ലാം കൂടിയാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദ ഗോവൻ എപ്പിസോഡ്. അപ്പോൾ എന്തിനാണ് ഒരു ഗോവൻ ട്രിപ്പിന് ഇത്രയും വലിയ പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ മാത്രമാണ് പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു പ്ലാനിങ് പോലും ഉണ്ടാവില്ല. ബാഗ് എടുക്കുക, പാക്ക് ചെയ്യുക, അങ്ങോട്ട് പോവുക. പിന്നെ ദ സെക്കൻഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതൊരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ആയിട്ട് നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതും കൂടിയാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രിപ്പിലെ മെജോറിറ്റി ആളുകൾ സൗത്ത് നിന്നും, അങ്ങനെയല്ല, ട്രിപ്പിലുള്ള ബാക്കിയുള്ള എല്ലാവരും സൗത്ത് നിന്നും, ഞാൻ മാത്രമാണ് നോർത്ത് നിന്ന് വരുന്നത്. അപ്പം നമ്മളിതാ നേരം വെളുക്കുമ്പോൾ തന്നെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മുടെ ഒരു ഉടമ്പടി പ്രകാരം 11:20, 11:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഗോവ നോർത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഷിജിലെത്തി വണ്ടി റെൻറ്റിനൊക്കെ എടുത്തിട്ട് എന്നെ അവിടെ വന്ന് പിക്ക് ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ. റോഡ് വേ, റെയിൽവേ, എയർവേ, വാട്ടർ വേ, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്. അപ്പോൾ സോളോ ആയിട്ട് റോഡിലും റെയിൽവേയിലും വ്യോമഗതാഗതം ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ആ വാട്ടർ വേയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ അങ്ങോട്ട് തേക്കായിരുന്നല്ലേ. എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ അതിലേക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ളൊരു ശുഭപ്രതീക്ഷയുമായിട്ട് ഞാനിതാ നോർത്ത് ഗോവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ ഒരുമാതിരി അനൗൺസ്മെൻറ്റ് പോലെ ആയിപ്പോയോ? എന്തേലും ആവട്ടെ, എങ്ങനെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ 1 മാസത്തിന് ശേഷം പിന്നെയും കണ്ടുമുട്ടിയേക്കാം കേട്ടോ. കൃത്യനിഷ്ഠത തീരെ പാലിക്കാൻ കഴിവില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു 11:30 ആകുമ്പോൾ അവിടെ എത്തുന്നു. ഞാൻ കുറച്ച് പോസ്റ്റൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ആളെന്നെ ഞെട്ടിച്ചു, നേരത്തെ എത്തിയിരിക്കണോ ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റീലും ഷോർട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാമിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഈ ഒരു പ്രോപ്പർട്ടി വരുന്ന സൗത്ത് ഗോവയിലാണ്. ഗോവയിൽ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കാണുന്ന മഴയാണ്. ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നു. പിന്നെയും ഇത് പെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾ ആകെ ഡിസപ്പോയിൻറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം കൂടി കൊളായി പോവോ, വരാനിരിക്കുന്നവരടുത്ത് തിരിച്ചു പോകാൻ പറയണോ, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻസ്. പക്ഷെ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് അന്ന് പെയ്ത മഴ പിന്നെ പൊടി പോലും നമ്മൾ വരുന്നത് വരെ കണ്ടില്ല. പെയ്ത മഴയുടെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആവണം എന്നാണല്ലോ. അപ്പോൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇന്ന് ചായ കുടിക്കാൻ അടിപൊളി വൈബായിരുന്നു. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ മുമ്പിൽ കുറേ വെല്ലുവിളികളുണ്ടായിരുന്നു. ഏറ്റവും വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലീവായിരുന്നു. അപ്പോൾ ഈ ഒരു ലീവിൻ്റെ പ്രശ്നം പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും ഷിജിലിനും, എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും, അതുപോലെ തന്നെ ഷിജിലിൻ്റെ അളിയനും അച്ഛനും ആയിരുന്നു. അങ്ങനെ ഈ ലീവിൻ്റെ പ്രശ്നവും ബാക്കിയുള്ള അല്ലറ ചില്ലറ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അവസാനമാണ് ശരിക്കും ട്രിപ്പിൽ എത്ര പേരുണ്ടാവും എന്നുള്ളൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കൊക്കെ വരാൻ പറ്റിയാലും ഇല്ലെങ്കിലും എന്തായാലും ട്രിപ്പ് പോകണം, ആനിവേഴ്സറി ആഘോഷിക്കണം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പോളിസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നാട്ടിലെ 2 ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ 2 പേരും കൂട്ടിയിട്ട് 2 സ്കൂട്ടിയിലായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. റൂമിലെത്തി ഫ്രഷായി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. റൂമിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമുള്ള ആരമ്പൽ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗോവയിലെ ഗ്രീനസ്റ്റ് ബീച്ചുകളിൽ ഒന്നുകൂടിയാണ് ഈ ആരമ്പൽ ബീച്ച് എന്ന് പറയുന്നത്. അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന പാറകൾ തന്നെയാണ്. ഏറ്റവും അടിപൊളിയായിട്ട് കാണുന്നത് സൺസെറ്റിൻ്റെ സമയത്താണ് കേട്ടോ. ഗോവയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ആചാരമായിട്ടുള്ള ഹെയർ ബ്രെയ്ഡിങ് അതങ്ങ് നേരത്തെ കഴിച്ചു. നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും പറയാം. നമ്മൾ ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ കിട്ടും. പിന്നെ എത്ര തലകളുണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് അവർ കൂട്ടിയും കുറച്ചൊക്കെ പറയും കേട്ടോ. പിന്നെ ഗോവയുടെ ഒരു ബ്യൂട്ടി നമ്മൾ എപ്പോഴും ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണും. അവിടെ കാണുന്ന ഫോറിനേഴ്സ് തന്നെയല്ലേ. അപ്പോൾ അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ആരമ്പൽ ബീച്ചിലാണ്. ബാഗ ബീച്ചിനും അഞ്ജന ബീച്ചിനും കമ്പയർ ചെയ്യുമ്പോൾ മെജോറിറ്റി ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ചുമ്മാ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് പുള്ളി നമ്മളെ വിളിച്ച് 2 ഗെയിമൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും അടിപൊളിയായി. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ബീച്ചിൽ ഇറങ്ങി കളിച്ച് നനയാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ബാഗ ബീച്ചിൽ ഒരു പബ്ബിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എനിക്ക് അവിടെ കടലിൻ്റെ ആ ഒരു ഭംഗിനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ആകാശത്തിൻ്റെ ഭംഗിയും. എന്തൊരു ഭംഗി ചില സമയങ്ങളിൽ കാണാനെന്നറിയോ. കുറേയൊക്കെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരമ്പൽ ബീച്ചിൻ്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ആ പാറകൾ.
ആ എൻഡിൽ കാണുന്ന വലിയ പാറകളില്ലേ, അവിടെ പോയി നിന്നാലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരണം. പിന്നെ ആ വലിയ പാറകളുള്ള സ്ഥലത്തിൻ്റെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് കഴിഞ്ഞ അടുത്ത പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു വലിയ പാറകളിലൊക്കെ പോയി മൊത്തത്തിലൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടുത്തെ സ്കൈ കാണാൻ അടിപൊളിയാണെന്ന്. ശരിക്കും സ്കൈ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ആരംബൽ ബീച്ചിൽ നിന്ന് സൂര്യനൊക്കെ പറഞ്ഞു വിട്ട് നമ്മളും പോവാണ് അടുത്ത ഡെസ്റ്റിനേഷനിലും. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാഗ ബീച്ചാണ്. അവിടെ ഒരു പബ്ബിൽ പോകാനുണ്ട്. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പം നാളെ മോർണിംഗ് നമ്മുടെ പാരൻസ് ഒക്കെ ഗോവയിലെത്തും. നാളെയാണ് നമ്മുടെ ആനിവേഴ്സറി വരുന്നത്. പക്ഷെ നമ്മൾ സെലിബ്രേഷൻ ഉദ്ദേശിക്കുന്ന ഈവനിങ് ആണ്. കാരണം മോർണിംഗ് നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ ആയിട്ട് ഒന്ന് കറങ്ങാന്നാണ് വിചാരിച്ചത്. അപ്പം നാളെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള സാധനങ്ങൾ ബാഗ ബീച്ചിന് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാമെന്ന് കരുതരുത്. ഗോവയിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് കണക്ക് എല്ലാവരും വളരെ കാഷ്വലായിട്ട് അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കിയെടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മളും കയറി നോക്കിയതാണ്. വേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ മേടിച്ചു, ബാക്കിയുള്ളതൊക്കെ നാളെ മേടിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിതേ ബാഗ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അവിടുത്തെ ആ ലൈറ്റുകളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 10 മണിയാകുമ്പോഴത്തേക്കും മിക്ക ഹോട്ടൽസിലെയും DJ പരിപാടികളൊക്കെ നിർത്തും. ഫുഡും ലിക്കർ അവൈലബിൾ ആയിരിക്കും, പക്ഷേ മ്യൂസിക് ഉണ്ടാവില്ല. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞെത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മിക്ക DJs ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഈ ലേവൽ അറീസ എന്ന് പറഞ്ഞുള്ള ഹോട്ടലിൽ തപ്പി പിടിച്ച് നമുക്ക് അവിടുന്ന് DJ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സമയം ഇവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പാരൻസ് ഒക്കെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ കാറ് റെൻറ്റിന് കൊടുക്കുന്ന ആ ഒരു ഷോപ്പിലോട്ടുള്ള കോളും കാര്യങ്ങളും അതിൻ്റെ കോർഡിനേഷനൊക്കെ ആയിട്ടാണ് ടൈം പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താവുമ്പോൾ പോകുമ്പോഴും വരുമ്പോഴും നമുക്കതായിരിക്കുമല്ലോ കൂടുതൽ എളുപ്പം. അപ്പം നാളെ അവരെല്ലാവരും കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവിടെ തന്നെ ഉണ്ട്. ലേവൽ അറൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തായ്ലൻഡ് സ്പെഷ്യൽ ചിക്കൻ കറിയും വീറ്റ് പൊറോട്ടയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ പബ്ബിൽ വന്നിട്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ എവിടെ പോയാലും ഏത് ട്രിപ്പാണെങ്കിലും എത്ര അടിപൊളി സ്ഥലമാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വൈബിനനുസരിച്ചിരിക്കുമല്ലേ നമ്മുടെ ഒരു മൂഡ് എന്ന് പറയുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കമ്പനി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ ഒരുമിച്ചൊരു ട്രിപ്പ് പോലും പോവാത്ത കമ്പനിയായിരുന്നു നാട്ടിലെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല, നമ്മുടെ വൈബിനനുസരിച്ച് സെറ്റായിട്ട് തന്നെ അവർ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇതേ പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അക്കോഡ ഫോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡെസ്റ്റിനേഷനിലോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അവിടുന്ന് എവിടെ പോകാനും എളുപ്പമായിരുന്നു. എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അടുത്തെന്നല്ല, എന്നാലും ഒരു ഈക്വൽ ഡിസ്റ്റൻസിലാണ് എല്ലാ ഡെസ്റ്റിനേഷൻസും വരുന്നുണ്ടായിരുന്നത്. ഗോവയിൽ എത്തിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഫിഷ് താലി. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഫുഡ് വന്ന ആക്രാന്തത്തിൽ വിട്ടുപോയി തന്നെ വേണമെങ്കിൽ പറയാം. നെയ്മീൻ, അയില, ആവോലി, പിന്നെ ഇതൊരു കഷ്ണമീനാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത്രയും ഫിഷിൻ്റെ താലികളായിരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആവോലിയുടെയാണ് കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഗോവയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഈ അക്വാഡ ഫോർട്ടിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ ഫിഷ് താലിൻ്റെ കഥ പറയുന്നത് ആഹാ, എന്തായാലും നല്ല അലുവയും മത്തിക്കറിയും പോലെ ഒരു ബന്ധമില്ലാത്ത കോമ്പിനേഷൻ. എന്തായാലും നിങ്ങളൊന്ന് പോകുമ്പോൾ ട്രൈ ചെയ്യും കേട്ടോ. അക്വാഡ ഫോർട്ടിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമുള്ള ഈ ഫുഡ് സ്പോട്ടിലോട്ടാണ് നമ്മൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മോശം ഫുഡായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ സിംഗറെ നിങ്ങൾക്ക് എവിടെയും കണ്ടു പരിചയമുണ്ടോ? മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ ചേട്ടൻ തന്നെയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ അഞ്ജുന ബീച്ചിലേക്ക് വന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് കഴിച്ച ആ ഫുഡിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കുമായിരുന്നു. വന്നപ്പോൾ തൊട്ട് ആമി അത് ഒറ്റ കാലം നിന്നിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ദീദിയുടെ തലയിലുള്ള ബ്രൈഡിങ് അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ചാൻസും കൂടി ഒത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ ചാൻസ് മാക്സിമം 2 പേരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തേടും 2 ഡിസൈനും 2 കളേഴ്സൊക്കെ സെലക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവരുടെ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബ്രൈഡ് ചെയ്തതിനേക്കാൾ
ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ഇവിടുത്തെ ഈ ചേച്ചി അവർക്ക് ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അമ്മമാരുടെ തലയിലും കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും സമ്മതിച്ചില്ല. പോട്ടെ, സാരല്ല. അപ്പോൾ അഞ്ജന ബീച്ചിൽ പോയിട്ട് പിന്നെ നമ്മളെല്ലാം ഫുൾ മുങ്ങി കുളിച്ചിട്ടാണ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നത്. അവിടുന്ന് വീഡിയോ ശരിക്കും മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഗോവൻ ട്രിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പാടെ വിട്ടുപോയിരിക്കണം. വിട്ടുപോയി എന്ന് വെച്ചാൽ ഞാൻ പറയാൻ വിട്ടുപോയി എന്നാണ് കേട്ടോ, അല്ലാണ്ട് പ്രോഗ്രാം വിട്ടുപോയി എന്നല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും അടിപൊളിയായിരുന്നു. അതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മുടെ ആനിവേഴ്സറിയുടെ ആ ഒരു നൈറ്റും നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാവരുടെയും കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരുടെ ആ ഒരു കട്ട സപ്പോർട്ട് തന്നെയാണ്. അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും ജിത്തു റിൻസും എല്ലാവരും നമ്മുടെ സെറ്റായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിള്ളേരെ പിന്നെ പറയണ്ടല്ലോ. എല്ലാവരും പറയുന്ന പോലെ ഒരു വർഷം പോയൊരു പോക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ചു കൊടുക്കുമ്പോൾ റിസപ്ഷൻ ഹാളിൽ നിന്ന് വെച്ചു കൊടുത്തൊരു ഓർമ്മയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അല്ല, നിങ്ങൾ മാത്രം ഞങ്ങൾക്ക് നമ്മൾ ഈ ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഓരോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും വേറെ കസിൻസ് കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് ഗോവയ്ക്കൊക്കെ പോയി സെറ്റ് ആവോ, നിങ്ങൾ മാത്രം പോയിട്ട് വായോ, ആ ഒരു ഗോവൻ വൈബും ഫാമിലി വൈബും ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ആവില്ല, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബോറടി ആയിരിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഫുൾ നെഗറ്റീവ്സ് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി വൈബായിരുന്നു. കാരണം പാരൻസിന് നിൽക്കേണ്ട രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ അവർ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ നിൽക്കേണ്ടതായിട്ട് അല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് മെച്യൂർഡായിട്ട് തന്നെ നമ്മുടെ പാട്ടിനെ അവർ വിട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഗോവ എന്ന് പറയുന്നത്. ബട്ട് ട്രിപ്പെല്ലാം കഴിഞ്ഞുള്ള ഒരു വീഡിയോ കോളിൽ ഞാനിങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ഗോവയ്ക്കൊക്കെ പോയാലോ, എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ എപ്പോഴും ലീവാക്കേണ്ടത് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്, നമുക്ക് എല്ലായിടത്തും പറയാം, നമുക്ക് എല്ലാവരെയും കൊണ്ട് ഒരിക്കൽ കൂടി പോയിട്ട് വരാമെന്നൊക്കെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ട്രിപ്പിലെ ഏറ്റവും ചെറിയ ആളുടെ അഭിപ്രായം ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രിപ്പ് എത്രത്തോളം സക്സസ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അച്ഛന് ഇതേ കേക്കൊന്നും കൊടുത്തിട്ട് മതിയാവുന്നില്ല, എല്ലാവർക്കും അച്ഛൻ വായിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ വായിലോട്ട് പോയപ്പോഴത്തേക്കും ആള് സമ്മതിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് അവൾ കഴിച്ചിട്ട് ആകെ മതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കട്ടിങ്ങും അത് കഴിഞ്ഞിട്ടൊരു അടിപൊളി ഡിന്നറും അത് കഴിഞ്ഞ് നമ്മളൊരു പാർട്ടിയെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈവനിങ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും കുറേ ഗെയിംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അഞ്ജന ബീച്ചിൽ നിന്ന് നമ്മളവിടെ തലതല്ലി കളിച്ച് തിമിർത്തൊക്കെ വന്നപ്പോഴത്തേക്കും ഓൾറെഡി ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവിടെ പിന്നെയും കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഗെയിംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പിള്ളേരൊക്കെ ഓൾറെഡി ഭയങ്കര ടയർഡായിട്ടുണ്ട്. പിന്നെ അവരില്ലാണ്ട് നമുക്കൊരു ആഘോഷം ഇല്ലല്ലോ. അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനൽ ആൻഡ് ഫോർത്ത് ഡേ ആണിന്ന്. അപ്പം നമ്മൾ രാവിലെ തന്നെ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമുള്ള കോക്കോ ബീച്ചിലാണ്. കോക്കോ ബീച്ചിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് ചെയ്ത് പോയ കുറച്ച് ഡിസ്റ്റൻസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ ഡോൾഫിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും നമ്മുടെ ബോട്ടിനടുത്തേക്ക് വരുന്നതും അതിൻ്റെ ഡോൾഫിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് പെർ ഹെഡ് 400 ആണ്. അതൊഴികെ ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് വേണമായിരുന്നു. 1 hour നമ്മുടെ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അതെന്തായാലും നല്ലൊരു ടൈം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 1 hour ഒന്നും എടുത്തില്ല, ഒരു 30 minutes അല്ലെങ്കിൽ 45 minutes അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം കുറേ ഡോൾഫിനെ കാണാൻ പറ്റി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പോകുന്ന റൈറ്റ് സൈഡിലായിട്ട് കുറേ പണ്ടത്തെ കോട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ഡോൾഫിനെ കാണുന്നത് തന്നെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരിങ്ങനെ പൊന്തിയും താഴ്ന്നൊക്കെ അവരുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ മൂവ് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും
ഡോൾഫിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയ ആ ഒരു സമയത്ത് അവർ കുറേ നേരം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം തന്നിട്ടുണ്ടായിരുന്നു. ഡോൾഫിൻ കൂടുതലുള്ള സ്ഥലങ്ങൾ എത്തുന്ന സമയത്ത് അവർ അവിടെ തന്നെ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് കുറേ നേരം ഡോൾഫിനെ കാണുന്ന രീതിയിലേക്ക് അവർ ബോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കോട്ടകൾ. അതൊക്കെ നമുക്ക് കുറേ നേരം കാണാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് അവർ അവിടെ എത്തുമ്പോഴൊക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് ബീച്ചുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ഡെവലപ്ഡ് ഒന്നല്ല കോക്കോ ബീച്ച് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിക്വായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയിലുള്ള ഷോപ്പുകൾ മാത്രമേ അവിടെ ഉള്ളൂ. നമുക്കൊരു ലഞ്ചൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഷ് താലി കഴിച്ച ആ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ടല്ലോ, അവിടേക്ക് എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് കരുതി. കാരണം അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് പിന്നീട് കഴിച്ച എവിടുന്നും അത്രയ്ക്കൊരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ എല്ലാവരും, കാരണം ഇന്ന് ഓൾറെഡി ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എല്ലാവരും എത്താനുണ്ടായിരുന്നേ. ഡൽഹിയിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആക്രാന്തമായിട്ടോ ഈ ഫിഷിൻ്റെ കാര്യത്തിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഗോവയിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ എന്നോട് ഇവിടുന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് മാക്സിമം ഫിഷ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തോന്ന്. പറഞ്ഞ വാക്ക് ഞാൻ അവിടെ ചെന്നിട്ട് നന്നായിട്ട് പാലിച്ചിട്ടുണ്ട്. ഒരു നേരം പോലും ഞാൻ ഫിഷ് കഴിക്കാതിരുന്നിട്ടില്ല. മുമ്പ് എൻ്റെ തന്നെ ഒരു ട്രാവൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഓർക്കുന്നത്. അതായത് ഓരോ യാത്രകളും നമുക്ക് ഓരോ ഓർമ്മകളായി. അതുപോലെ ഞങ്ങളുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ഗോവൻ ട്രിപ്പ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും എന്നും എപ്പോഴും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഫാമിലീൻ്റെ കൂടി നമുക്ക് നല്ലൊരു ക്വാളിറ്റി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. എല്ലാവരും യാത്രയാക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിന്ന് ആ എണ്ണത്തിന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്നെപ്പോലെ ഞങ്ങളുടെ ഈ ഗോവൻ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.